8 മാസത്തിനിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 50 ലക്ഷം ഉംറ തീർത്ഥാടകർ സൗദി അറേബ്യയിൽ എത്തിയതായി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചു. നിലവിൽ 4.75 ലക്ഷം തീർത്ഥാടകർ മക്ക, മദീന തുടങ്ങിയ പുണ്യനഗരങ്ങളിലുണ്ടെന്നും പാസ്പോർട്ട് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. റമദാൻ ആരംഭിച്ചതോടെ വിദേശ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചതോടെ കൂടുതൽ സ്വദേശി കുടുംബങ്ങളും മക്കയിലും മദീനയിലും എത്തിയിട്ടുണ്ട്. ഉംറ വിസയിലെത്തിയ തീർത്ഥാടകർ വിസ കാലാവധി കഴിയുന്നതിനു മുമ്പ് മാതൃരാജ്യത്തേക്ക് മടങ്ങണമെന്ന് പാസ്പോർട്ട് വകുപ്പ് മേധാവി മേജർ ജനറൽ ഖാലിദ് അൽ ജുഐദ് ആവശ്യപ്പെട്ടു. നിയമലംഘകരായ തീർത്ഥാടകർക്ക് 50,000 റിയാൽ വരെ പിഴ ചുമത്തും. ഇവർക്ക് 6 മാസം തടവ് ശിക്ഷ ലഭിക്കും. ഉംറ വിസയിൽ രാജ്യത്തെത്തുന്നവർക്ക് ജോലി ചെയ്യാൻ അനുമതിയില്ല. മക്ക, ജിദ്ദ, മദീന നഗരങ്ങൾക്ക് പുറത്ത് സഞ്ചരിക്കുന്നതിനും അനുമതിയില്ല. ഉംറ തീർത്ഥാടകർക്ക് ജോലി, യാത്ര, താമസ സൗകര്യം ഒരുക്കുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും തടവും പിഴയും ശിക്ഷയും ലഭിക്കുമെന്നും മേജർ ജനറൽ ഖാലിദ് അൽ ജുഐദ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 2 മുതൽ ഈ വർഷം മെയ് 29 വരെ 57,12,372 തീർത്ഥാടകരാണ് വിദേശങ്ങളിൽ നിന്ന് സൗദിയിലെത്തിയതെന്നും പാസ്പോർട്ട് വകുപ്പ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. സൗദി യുവതികളെ പൈലറ്റായി നിയമിക്കുന്നതിന് വിദേശ പരിശീലനം നൽകുമെന്ന വാർത്ത സൗദി ദേശീയ വിമാന കമ്പനിയായ സൗദിയ നിഷേധിച്ചു. യുവതികളെ വിദേശങ്ങളിലേക്ക് അയക്കേണ്ട ആവശ്യം നിലവിലില്ല. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ള നിരവധി സ്വദേശി യുവാക്കൾ രാജ്യത്തുണ്ടെന്നും സൗദിയ വ്യക്തമാക്കി. പൈലറ്റ് പരിശീലനത്തിന് 30 സ്വദേശി യുവതികളെ സ്കോളർഷിപ്പോടെ വിദേശ രാജ്യങ്ങളിൽ അയക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സൗദി എയർലൈൻസ് പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഏവിയേഷൻ സയൻസ് കോഴ്സ് പഠിക്കുന്നതിന് നിരവധി യുവാക്കളെ സ്കോളർഷിപ്പോടെ വിദേശങ്ങളിൽ അയച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ യുവതികളെ വിദേശത്തയക്കേണ്ട ആവശ്യമില്ലെന്നും സൗദിയ വ്യക്തമാക്കി. ഇസ്ലാമിക ശരീഅത്ത് വ്യവസ്ഥകൾക്ക് വിധേയമായി സൗദിയയിൽ ജോലി ചെയ്യുന്നതിന് സ്വദേശി വനിതകൾക്ക് അവസരമുണ്ട്. സൗദി എയർലൈൻസിൽ സെയിൽസ്, ബുക്കിംഗ് സെന്റർ, ഫിനാൻസ്, IT, കാറ്ററിംഗ്, എയർപോർട്ട് VIP ലോഞ്ച് തുടങ്ങിയ മേഖലകളിൽ 500-ലധികം സ്വദേശി വനിതകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ സേവനം മികച്ചതാണെന്നും സൗദിയ അറിയിച്ചു. വനിതകൾക്ക് വാഹനമോടിക്കാൻ അനുമതിയില്ലാത്ത രാജ്യത്ത് വിമാനം പറത്തുന്നതിന് സ്വദേശി വനിതകളെ നിയമിക്കുമെന്ന വാർത്ത ഏറെ മാധ്യമശ്രദ്ധ നേടിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സൗദി എയർലൈൻസിന്റെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, റിയാദ്. UAEയിൽ ജോലി ചെയ്യുന്ന വീട്ടുജോലിക്കാരുടെ അവകാശം സംരക്ഷിക്കാനും ജോലി സമയം ക്രമീകരിക്കാനുമുള്ള തൊഴിൽ സുരക്ഷാ നിയമത്തിന് ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗീകാരം നൽകി. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഒപ്പുവയ്ക്കുന്നതോടെ നിയമം പ്രാബല്യത്തിലാകും. ഫെഡറൽ നാഷണൽ കൗൺസിൽ പ്രസിഡന്റ് അമാൻ അബ്ദുള്ള അൽ ഖുബൈസിയുടെ നേതൃത്വത്തിൽ നടന്ന 16ാമത് നിയമസഭാ യോഗത്തിലാണ് തൊഴിൽ സുരക്ഷാ നിയമത്തിന് അംഗീകാരം നൽകിയത്. ജോലിക്കാരുടെ വാർഷികാവധി, വാരാവധി, രേഖകൾ കൈവശം വയ്ക്കാനുള്ള അവകാശം, വിശ്രമ സമയക്രമം തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നിയമം. ഓരോ വർഷവും 30 ദിവസം അവധിക്കും ആഴ്ചയിൽ ഒരവധിക്കും തൊഴിലാളികൾക്ക് അവകാശമുണ്ട്. ഒരു വർഷം 30 ദിവസത്തിൽ കവിയാത്ത ചികിത്സാവധിക്കും അനുമതിയുണ്ട്. തൊഴിലാളികൾക്ക് പാസ്പോർട്ടും പ്രധാനപ്പെട്ട രേഖകളും കൈവശം വയ്ക്കാനുള്ള അവകാശവും പുതിയ നിയമം ഉറപ്പു നൽകുന്നു. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെ ഏത് തൊഴിൽ രംഗത്തേക്കും നിയമിക്കുന്നത് പുതിയ നിയമം വിലക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ജോലിക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനുള്ള തൊഴിൽ നിയമന ഏജൻസികളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും നിയമത്തിൽ പരാമർശിക്കുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനാ കൺവെൻഷന്റെ ശുപാർശകൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ കരട് നിയമത്തിന് മന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, അബുദാബി. താൽക്കാലികമായി വീട്ടുജോലിക്കാരെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും പിടിക്കപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്നും ഒമാൻ മാനവ വിഭവശേഷി മന്ത്രാലയം. റമദാൻ ആയതോടെ താൽക്കാലിക ജോലിക്കാരെ നിയമിക്കുന്നത് വ്യാപകമായതോടെയാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. താൽക്കാലിക വീട്ടുജോലിക്കാരെ ആവശ്യമുണ്ടെന്ന തരത്തിലുള്ള നിരവധി പരസ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആർട്ടിക്കിൾ 18 പ്രകാരം 2 വർഷത്തെ തൊഴിൽ കരാറിൽ മാത്രമാണ് വീട്ടുജോലിക്കാരെ നിയമിക്കാൻ സാധിക്കുക. ഇതിന് വിരുദ്ധമായി തൊഴിലാളികളെ നിയമിക്കുന്നത് തൊഴിൽ നിയമ ലംഘനമാണ്. തൊഴിലുടമയിൽ നിന്നും ഒളിച്ചോടിയവരെയും ഫ്രീ വിസയിലുള്ളവരെയുമാണ് ഇത്തരത്തിൽ താൽക്കാലിക ജോലിക്ക് നിയമിക്കുന്നത്. ഒളിച്ചോടിയവർക്ക് അഭയവും തൊഴിലും നൽകുകയാണ് നിയമനം നടത്തുന്നവർ ചെയ്യുന്നതെന്നും ഇത് ശിക്ഷാർഹമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. തൊഴിൽ കരാർ കാലാവധിയായ 2 വർഷം വീട്ടുജോലിക്കാരെ നിർത്തേണ്ട സാഹചര്യമില്ലാത്ത സ്വദേശികളാണ് താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നത്. ഇത്തരത്തിൽ വീട്ടുജോലിക്കാരെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും പിടിക്കപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്നും ഒമാൻ മാനവ വിഭവശേഷി മന്ത്രാലയം മുന്നറിയിപ്പിലൂടെ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഒമാൻ.
കാർഗോയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചതോടെ ഇന്ത്യയിലേക്ക് സാധനങ്ങൾ അയക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി കാർഗോ കമ്പനികൾ. വർഷം 160 ടൺ സാധനങ്ങളാണ് UAE-യിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്നത്. മലയാളികളുടെ നേതൃത്വത്തിൽ പുതിയ കാർഗോ സ്ഥാപനങ്ങളും പുതുതായി തുടങ്ങുന്നുണ്ട്. കാർഗോ വഴി അയക്കുന്ന സാധനങ്ങൾ കൊച്ചി തുറമുഖത്ത് കെട്ടിക്കിടക്കുകയും നിരവധി പേർക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. 7 ദിവസങ്ങൾക്കുള്ളിൽ വീട്ടുപടിക്കൽ സാധനങ്ങൾ കേടുപാടുകൾ കൂടാതെ എത്തിക്കുന്നതിനുള്ള നടപടികളാണ് കാർഗോ കമ്പനികൾ ഇപ്പോൾ നടത്തുന്നത്. വിമാനം, കപ്പൽ, റോഡ് മാർഗം സാധനങ്ങൾ ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. കിലോയ്ക്ക് 11 ദിർഹം കണക്കാണ് എയർ കാർഗോയിൽ സാധനങ്ങൾ അയക്കുന്നത്. UAE-യിലെ പ്രമുഖ കാർഗോ കമ്പനിയായ NDLS എയർ കാർഗോയുടെ കണക്ക് പ്രകാരം ഏതാണ്ട് 160 ടൺ വ്യക്തിഗത സാധനങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. ഇതിൽ 60% സാധനങ്ങൾ പോകുന്നത് കേരളത്തിലേക്കാണെന്നും ഇവർ പറയുന്നു. ഷാർജ റോളയിൽ പുതുതായി തുടങ്ങുന്ന NDLS എയർ കാർഗോയുടെ ബ്രാഞ്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കാർഗോ മേഖലയുടെ വളർച്ചയെപ്പറ്റി കമ്പനി പ്രതിനിധികൾ സംസാരിച്ചത്. ജൂൺ 4-ന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ NDLS എയർ കാർഗോയുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മാതൃഭൂമി ന്യൂസ്, ദുബായ്. പെരുന്നാൾ വിപണിയിലെ ഉൽപ്പന്നങ്ങൾ ഒരേ വേദിയിൽ അണിനിരക്കുന്ന റമദാൻ നിശാ ചന്ത തുടങ്ങി. 10 രാത്രികൾ നീണ്ടു നിൽക്കുന്ന വ്യാപാരമേള ദുബായ് വേൾഡ് സെന്ററിലെ സബീൽ ഹാൾ 7-ലും 8-ലുമായാണ് നടക്കുന്നത്. ജൂൺ 8-ന് ചില ഗിന്നസ് റെക്കോർഡ് പ്രകടനങ്ങളും ഇവിടെ നടക്കും. തുടർച്ചയായി ഇത് 6-ാം വർഷമാണ് റമദാൻ വിപണി ലക്ഷ്യമിട്ട് നിശാചന്ത ഒരുക്കുന്നത്. രാത്രി 8:30 മുതൽ പുലർച്ചെ 1:30 മണി വരെയാണ് റമദാൻ നൈറ്റ് മാർക്കറ്റ്. ട്രേഡ് സെന്ററിലെ 7-8 ഹാളുകളായി തുടങ്ങിയ നിശാചന്തയുടെ ഉദ്ഘാടനം ദുബായ് സാമൂഹിക വികസന അതോറിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അബ്ദുൽ കരീം നിർവഹിച്ചു. സുമൻസ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന നിശാചന്ത ജൂൺ മാസം 10 വരെ തുടരും. This year Ramadan night market, there's loads of new activities happening in besides shopping of clothing, garments, electronics, cosmetics. There is a massive food court as we always have. There's a variety of food options for the visitors. We have a massive kids play area as well, which caters to all kinds of games to the kids, and we have a play and win section for the adults who can win loads of prizes by participating in games. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300ഓളം പ്രദർശകരാണ് നിശാചന്തയിലുള്ളത്. 5 ദിർഹമാണ് പ്രവേശന നിരക്ക്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യം. 10 രാത്രികളിൽ 1 ലക്ഷത്തിലേറെ പേർ നൈറ്റ് മാർക്കറ്റിൽ എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ജ്വല്ലറികൾ, വീട്ടുപകരണങ്ങൾ, ആരോഗ്യ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഇലക്ട്രോണിക്സ്, കളിപ്പാട്ടങ്ങൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയാണ് നിശാചന്തയിലുള്ളത്. വമ്പിച്ച വിലക്കുറവിലാണ് സാധനങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത്. പ്രവേശന ടിക്കറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എല്ലാ ദിവസവും വിവിധ സമ്മാനങ്ങളും കിട്ടും. സൗജന്യ ആരോഗ്യ പരിശോധന മേളയുടെ ഭാഗമാണ്. ജൂൺ മാസം 8-ാം തീയതി വൈകിട്ട് വിവിധ ഗിന്നസ് റെക്കോർഡ് പ്രകടനങ്ങളും ഈ വേദിയിൽ അരങ്ങേറും. വിവിധ രുചികളിലുള്ള ഭക്ഷണ വിഭവങ്ങളും ഇവിടെയുണ്ട്. കുടുംബസമേതം ഇരുന്നു കഴിക്കാനുള്ള സംവിധാനവും കുട്ടികൾക്ക് വിനോദത്തിനുള്ള സൗജന്യ സൗകര്യവും നിശാചന്തയിൽ ഒരുക്കിയിരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. ബഹ്റൈനിൽ പ്രവാസി തൊഴിലാളികളുടെ പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നു. പ്രവാസികളുടെ പരാതികൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുകയും അതിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ബഹ്റൈനിലെ പ്രധാന മനുഷ്യാവകാശ ഏജൻസിയായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ പിന്തുണയോടെ സഹ്ലയിലാണ് പ്രവാസികളുടെ സംരക്ഷണത്തിനും സഹായത്തിനുമായി പുതിയ ഓഫീസ് തുറക്കുന്നത്. പ്രവാസികളുടെ പരാതികൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുകയും അതിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ചതിയിൽപ്പെടുത്തൽ, മനുഷ്യക്കടത്ത് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ ഇരകളുടെ താമസം അടക്കമുള്ള കാര്യങ്ങൾക്കും നടപടികൾ സ്വീകരിക്കും. വിവിധ കേസുകളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതികൾ പരിഗണിക്കുകയും നടപടികളുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. ബഹ്റൈനിലെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതികളെക്കുറിച്ച് അറിയിക്കുന്നതിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വിവിധ എംബസികളുമായി ആശയവിനിമയം നടത്തും. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള മനുഷ്യാവകാശ ഏജൻസിയുടെ നയത്തിന്റെ ഭാഗമായാണ് ഈ ഓഫീസ് തുറക്കുന്നതെന്ന് NIHRA ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഖലീഫ അൽഫാദൽ പറഞ്ഞു. പരാതികൾ NIHRന്റെ www.nihr.org.bh എന്ന വെബ്സൈറ്റിലോ NIHRന്റെ മൊബൈൽ ആപ്ലിക്കേഷനിലോ 1711 666 എന്ന നമ്പറിലോ അറിയിക്കാം. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ.
നിർധനരായ അർബുദ രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയാ പദ്ധതിയുമായി ഇന്ത്യൻ മെഡിക്കൽ ബ്രദർഹുഡ്. മലപ്പുറം ജില്ലയിൽ ചെമ്മാട് പ്രവർത്തിക്കുന്ന കരുണ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കേന്ദ്രീകരിച്ചാണ് IMB പ്രവർത്തിക്കുന്നത്. ചികിത്സാ ചിലവ് വഹിക്കാൻ കഴിയാത്ത അർബുദ രോഗികൾക്ക് ചികിത്സയും ശസ്ത്രക്രിയയും പുനരധിവാസവും നൽകുകയാണ് ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും ഉൾപ്പെടുന്ന IMBയുടെ പ്രവർത്തനമെന്ന് ഭാരവാഹികൾ അബുദാബിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.